ബംഗ്ലാദേശിൽ ഒരു പട്ടാള അട്ടിമറി ആസന്നമായിരിക്കുന്നു. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അതിനുള്ള പ്രധാന കാരണം ബംഗ്ലാദേശിൻ്റെ സൈനിക തലവൻ, സർവ്വസൈന്യാധിപൻ വഖർ ഉസ് സമൻ, അദ്ദേഹം ആർമി ചുമതലയുള്ള സൈന്യത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും പെടുന്ന ആളുകളെ 10 ഡിവിഷനുകളാണ് ബംഗ്ലാദേശിൽ ഉള്ളത്. അതിൻ്റെ മേധാവികളെ, അതുപോലെ അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ജനറൽമാർ, 5 ലെഫ്റ്റനൻറ്റ് ജനറൽമാർ, ഇവരെല്ലാം കഴിഞ്ഞ ദിവസം വിളിച്ചു കൂട്ടിയിരുന്നു. അവരോട് പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുമാത്രമല്ല, ഈ പല സ്റ്റുഡൻറ്റ് ലീഡേഴ്സും, കാരണം പ്രക്ഷോഭം നയിച്ചത് കഴിഞ്ഞ വർഷം 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രക്ഷോഭം നയിച്ചത്, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പ്രക്ഷോഭം നയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള പിന്തുണയുള്ള വിദ്യാർത്ഥി വിഭാഗങ്ങളാണ്. ഈ വിദ്യാർത്ഥി നേതാക്കളിൽ ചിലർ കടന്നു വന്ന് അദ്ദേഹത്തെ വഖർ ഉസ് സമൻ, സർവ്വസൈന്യാധിപനാണെന്ന് ഓർക്കണം, ആ സൈന്യാധിപനെ ഉൾപ്പെടെ വേരട്ടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തോട് വളരെ കർശനമായി സംസാരിക്കുന്ന ഒരു രംഗം. അദ്ദേഹത്തിൻ്റെ ഒരു താക്കീത് പോലും ഇവർ കൊടുക്കുകയാണ്. ഞങ്ങൾ ഒരുപക്ഷെ വലിയ തോതിലുള്ള കലാപം, വീണ്ടും കലാപത്തിലേക്ക് ബംഗ്ലാദേശ് നീങ്ങും, അങ്ങനെയുള്ള ഒരു വെയിൽഡ് ത്രെട്ടാണ്. ഇതെല്ലാം അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരോട് പങ്കുവെച്ച നിമിഷങ്ങൾ. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ജാഗരൂകരായിരിക്കണം. ഒരുപക്ഷെ ബംഗ്ലാദേശ് ഇന്ന് വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ സംവിധാനത്തെ ആകപ്പാടെ അട്ടിമറിക്കുന്നതിനായി ചില ഛിദ്രശക്തികൾ ബംഗ്ലാദേശിനുള്ളിൽ പ്രവർത്തിക്കുന്നു എന്നത് കാണണം. ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വഖർ ഉസ് സമൻ്റെ ഈ പ്രസ്താവനയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ഫൈസൂർ റഹ്മാൻ, മുഹമ്മദ് ഫൈസൂർ റഹ്മാൻ, അതൊരു ലെഫ്റ്റനൻറ്റ് ജനറലാണ്. അദ്ദേഹത്തെ വന്ന് കണ്ടു ISIയുടെ മേധാവി 2 ആഴ്ച മുൻപ്. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിൻ്റെ മേധാവിയാണ് ബംഗ്ലാദേശിലെത്തി ഈ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ലെഫ്റ്റനൻറ്റ് ജനറലായ റഹ്മാനെ കണ്ടത്. റഹ്മാനെ കണ്ടതിന് ശേഷം ഏതാനും ചില സൈനികരുടെ മനസ്സും ഒന്നാടിയിട്ടുണ്ട്. അതായത് സൈന്യത്തിനകത്തു തന്നെ ഒരു അട്ടിമറി നടത്തി വഖർ ഉസ് സമനെ പുറത്താക്കുക. വഖർ ഉസ് സമൻ്റെ പ്രത്യേകത എന്താണ്? ഷെയ്ഖ് ഹസീന, മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഒരു അകന്ന ബന്ധുവും ഹസീനയെ താങ്ങി നിർത്തിയിരുന്ന ഒരാളുമാണ്. ഒരു സൈനിക ഹെലികോപ്റ്ററിൽ ബംഗ്ലാദേശിൽ നിന്നും കലാപസമയത്ത് ഓഗസ്റ്റ് 5-ാം തീയതി രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വരാൻ സഹായിച്ചത് വഖർ ഉസ് സമൻ ആണ്. അതുകൊണ്ട് അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒരു പരിധിവരെ ഇപ്പോഴത്തെ ഒരു ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനിസിൻ്റെയും കണ്ണിലെ വലിയ കരടാണ് വഖർ ഉസ് സമൻ. അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഭരണകൂടം, ഇപ്പോഴത്തെ താൽക്കാലിക ഭരണകൂടവും അതിൻ്റെ അഡ്വൈസറായ ആളും ചേർന്ന് അധികം സുഗമമായി മുന്നോട്ട് പോവില്ല. അപ്പം എങ്ങനെയെങ്കിലും സൈനിക മേധാവിയുടെ തൊപ്പി തെറിപ്പിക്കണം എന്ന ഒരു രാഷ്ട്രീയ ധാരണ ഭരണകൂടത്തിനുള്ളിൽ രൂപപ്പെടുന്നു. അതേസമയം സൈന്യത്തെ ഒരുമിച്ച് നിർത്തുന്ന തത്രപ്പാടിലാണ് വഖർ ഉസ് സമൻ. അതിന് ഭാരതത്തിൻ്റെ അദൃശ്യമായ ഒരു അനുഗ്രഹാശിസുകൾ ഉണ്ട് എന്നാണ് പൊതുവെയുള്ള സംസാരം. എന്നാൽ കഴിഞ്ഞ ആഴ്ച നടന്നൊരു നാടകീയ സംഭവമുണ്ട്. ഇന്ത്യ അത് തിരിച്ചറിഞ്ഞു. പക്ഷേ ബംഗ്ലാദേശുമായി നേരിട്ട് ഇടപെടാൻ ഒരു വഴിയുമില്ല. വാർത്താവിനിമയ സംവിധാനങ്ങൾ നേരിട്ട് വഖർ ഉസ് സമൻ്റെ ഫോണിലേക്ക് ഇന്ത്യക്ക് വിളിക്കാനാവില്ല. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിക്കോ അല്ല എങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിനോ നേരിട്ട് ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് ഇന്ത്യ വിവരം അമേരിക്കയെ അറിയിച്ചു. അമേരിക്കയുടെ ബുദ്ധി അവിടെ ഉണർന്ന് പ്രവർത്തിക്കുകയും വഖർ ഉസ് സമൻ ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ ബംഗ്ലാദേശിലെ സൈനികർ ഉൾപ്പെടുന്ന ഒരു പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ ആഫ്രിക്കയിലെ കോങ്കോ, ഇപ്പോഴും സൈഡാണ്, ആഫ്രിക്കയിലെ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ ഒരു ഓപ്പറേഷൻ ഫീൽഡിലേക്ക് സന്ദർശകനായി എത്തുകയാണ് വഖർ ഉസ് സമൻ. അവിടെ വെച്ച് അദ്ദേഹത്തിന് ചില ആശയങ്ങൾ കൈമാറി. തങ്ങളുടെ സൈന്യത്തിലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാർ താങ്കൾക്കെതിരെ അട്ടിമറി ശ്രമം നടത്തുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. അതുമാത്രമല്ല, തിരിച്ച് ബംഗ്ലാദേശിലേക്ക്, ധാക്കയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ രഹസ്യവിവരം അദ്ദേഹത്തിന് ലഭിച്ചു. അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വിമത സൈനികരാൽ അറസ്റ്റ് ചെയ്യപ്പെടും,
ആ വിവരം മുൻകൂട്ടി അദ്ദേഹത്തെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം അറിയിക്കുകയും അദ്ദേഹം മറ്റൊരു വിമാനത്താവളത്തിൽ ധാക്കയ്ക്ക് സമീപമുള്ള അദ്ദേഹത്തോട് കൂറ് പുലർത്തുന്ന സൈനികരുടെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു വിമാനത്താവളത്തിൽ ഇറങ്ങുകയും ചെയ്തു. അന്ന് മുതൽ ഇദ്ദേഹം വഖർ ഉസ് സമൻ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. സൈന്യത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് തീർച്ചയായും ഒരു നീക്കം നടത്തുകയാണ്. സിവിൽ ഭരണകൂടത്തിൻ്റെ എക്സസസിനെതിരെ രാജ്യത്തെ സന്തുലിതമായി നിലനിർത്താൻ വേണ്ടി വന്നാൽ സൈന്യം ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. കാരണം അതിന് തീർച്ചയായും പുറത്തുനിന്നുള്ള പിന്തുണയുണ്ട്. പുറത്തുനിന്ന് എന്ന് പറയുമ്പോൾ ഇത് 2 രാജ്യങ്ങൾ മാത്രമേ അതിനകത്ത് പ്രധാനമായും പങ്കുവഹിക്കേണ്ടതുള്ളൂ. ഒന്ന് ഇന്ത്യയാണ്. ഇന്ത്യക്ക് താല്പര്യമുള്ള വിഷയമാണ്. ബംഗ്ലാദേശ് സൈന്യവുമായി ഇപ്പോഴും ഇന്ത്യ നല്ല ബന്ധം പുലർത്തുന്നു, സൈന്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി. പക്ഷേ രാഷ്ട്രീയ നേതൃത്വവുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്ന് നമുക്കറിയാം. ഷെയ്ഖ് ഹസീന എന്ന ഇന്ത്യയുടെ സുഹൃത്തിനെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യക്ക് അത്ര സ്വീകാര്യമല്ലാത്ത റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരണത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയോട് ഇന്ത്യക്ക് യാതൊരു വിയോജിപ്പുമില്ല എങ്കിൽ പോലും ആ നയത്തോട്, പ്രത്യേകിച്ചും അവിടുത്തെ ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങളോട് കാട്ടിക്കൂട്ടുന്ന വലിയ തോതിലുള്ള അതിക്രമങ്ങൾക്ക് ഇന്ത്യ മൗനമായി നിൽക്കേണ്ടി വരുന്നു. ഇന്ത്യക്കുള്ളിൽ തന്നെ വലിയ ഒരു അഭിപ്രായ രൂപീകരണം നടക്കുന്നു. ബംഗ്ലാദേശിലെ നരഹത്യക്കെതിരെ, അല്ലെങ്കിൽ ഹൈന്ദവ വേട്ടയ്ക്കെതിരെ, ന്യൂനപക്ഷ പീഡനത്തിനെതിരെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ അവാമി ലീഗ് എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ മുഖ്യ കക്ഷി, അതാണല്ലോ ഷെയ്ഖ് ഹസീനയുടെ കക്ഷി. ആ കക്ഷിയാണ് ബംഗ്ലാദേശിന് വേണ്ടി പോരാടി ബംഗബന്ധു മുജിബുർ റഹ്മാൻ്റെ കക്ഷിയാണ്. അത് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്ന് പോരാടി പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കിയ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ മാർച്ച് മാസം 26-ാം തീയതി ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ്. 53-ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇപ്പോൾ ആചരിച്ചത്. അപ്പം അതുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഒരു നിർണായക ദിവസമാണ് എന്ന് ഓർക്കണം. ആ ദിവസം 53 വർഷങ്ങൾക്ക് മുന്നോട്ട് നോക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന കറുത്ത കരങ്ങളാണ് ബംഗ്ലാദേശിൻ്റെ ആ ഒരു വിഭജനത്തിന് പിന്നിലെ ശക്തി. അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്തിയ വലിയ തോതിലുള്ള കൊള്ള, ആക്രമണം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, പിടിച്ചുപറി, സ്ട്രക്ചറൽ വയലൻസ്, ബംഗ്ലാദേശിന് ന്യായമായ വിഹിതം അലോട്ട് ചെയ്യാതിരിക്കൽ, ഉറുദു എന്ന പാകിസ്ഥാൻ്റെ ഭാഷ ബംഗ്ലാദേശിൻ്റെ ബംഗാളിയുടെ മേൽ അടിച്ചേൽപ്പിക്കൽ, അതുമാത്രമല്ല വിജയിച്ചു വന്ന ബംഗ്ലാദേശിൻ്റെ MP-മാരെ പവർ കൊടുക്കാതെ അവരെ മാറ്റി നിർത്തിയത്, ഇതെല്ലാം തന്നെ ചരിത്രത്തിലെ കറുത്ത ഏടുകളും അധ്യായങ്ങളുമാണ്. പാകിസ്ഥാൻ രചിച്ച അധ്യായങ്ങളാണ്. പക്ഷേ അതേ പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ പിന്നിലെ ചാലക ശക്തി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് ഹസ് ടേൺഡ് വൺ ഫുൾ സർക്കിൾ. അത് ഇന്ത്യ വളരെ 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 ആശങ്കയോടുകൂടി തന്നെയാണ് കണ്ടു നിൽക്കുന്നത്. ഇന്ത്യയുടെ തൊട്ടടുത്ത്, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയുടെ മുഖ്യ ലാൻഡിനും മധ്യേ ബംഗ്ലാദേശ് എന്ന ഒറ്റപ്പെട്ട തുരുത്ത് ബലഹീനമായി, ദുർബലമായി, ഇന്ത്യ വിരുദ്ധമായി നിൽക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യ വലിയ ശ്രദ്ധ എടുക്കുന്നത്. മറ്റൊരു ശ്രദ്ധ എടുക്കുന്നത് അമേരിക്കയാണ്. ട്രംപിനറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനറിയാം, തൻ്റെ മുൻഗാമി ജോ ബൈഡൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ബംഗ്ലാദേശിലെ അട്ടിമറി ഉൾപ്പെടെ നടന്നത്. മുഹമ്മദ് യൂനുസിനെ ബംഗ്ലാദേശിലേക്ക് അയച്ചതിൻ്റെ പിന്നിലും ആ ഒരു മുൻ അഡ്മിനിസ്ട്രേഷൻ്റെ ചിന്തകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ട്രംപിൻ്റെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ ബംഗ്ലാദേശിനില്ല. അതുകൊണ്ട് ബംഗ്ലാദേശ് ഭരണകൂടത്തെ അല്ല ട്രംപിൻ്റെ സ്കീം ഓഫ് തിങ്സിൽ വലുതായി കാണുന്നത്, മറിച്ച് ബംഗ്ലാദേശ് സൈന്യത്തെയും ഇന്ത്യയുടെ താല്പര്യങ്ങളെയും തന്നെയാണ്. അതുകൊണ്ടൊരു റെജീം ചേഞ്ച് എന്നത് ഒരു പക്ഷേ അമേരിക്കയുടെ അജണ്ടയിലും ഉണ്ടാവാം. മുഹമ്മദ് യൂനുസിനെ പുറത്താക്കി ഒന്നുകിൽ സൈന്യം അധികാരമേറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വരുന്നു, പൊതു തെരഞ്ഞെടുപ്പ് നടക്കണം. ഇപ്പോൾ മുഹമ്മദ് യൂനുസ് ഇരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല, ഒരു താൽക്കാലിക ഹൊച്ച് പൊച്ച് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം, ഇന്ത്യ അതിനുവേണ്ടിയാണ് സംസാരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ പ്രവാസത്തിലുള്ള ഷെയ്ഖ് ഹസീന എന്ന അവാമി ലീഗിൻ്റെ നേതാവിന് ബംഗ്ലാദേശിൽ തിരിച്ചു വരാനാവണം. അവരെ പീഡിപ്പിക്കാൻ പാടില്ല. അവരെ ഓണറബിളായി രാഷ്ട്രീയ പ്രക്രിയയിൽ അവാമി ലീഗിനും ഇപ്പോഴത്തെ പ്രമുഖ കക്ഷിയായ ഖാലിദ സിയയുടെ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്കും മത്സരിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി വിഭാഗങ്ങളും മത്സരിക്കും. ജനം തീരുമാനിക്കട്ടെ. ബംഗ്ലാദേശിലെ എല്ലാവരും വർഗീയവാദികളല്ല എന്നുകൂടി ഓർക്കണം. പാകിസ്ഥാനെ പോലെയുള്ള മനോഭാവമല്ല ബംഗ്ലാദേശിന്. അത് ഇന്ത്യക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരി
മുഹമ്മദ് യൂനിസ് ചൈന സന്ദർശനത്തിനായി ഒരുങ്ങുകയാണ്. അല്ല, ചൈന സന്ദർശനത്തിലാണ് ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് അദ്ദേഹം ചൈനയിലായിരിക്കും. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ചയുണ്ട്. ഒരു ഉഭയകക്ഷി കരാർ, വലിയ തോതിലുള്ള ഒരു ഉഭയകക്ഷി ബന്ധങ്ങൾ വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള കരാറുകളാണ്. ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉൾപ്പെടെ ചൈനയുമായി പദ്ധതിയിടുന്നു. പക്ഷേ ചൈന അങ്ങനെ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ ഈ തരുണത്തിൽ സന്നദ്ധമാവില്ല. കാരണം ബംഗ്ലാദേശ് എങ്ങോട്ടും തിരിയാം. ഷെയ്ഖ് ഹസീന തിരിച്ചു വന്നേക്കാം, അതുമല്ല എങ്കിൽ അവിടെ ഒരു പട്ടാള അട്ടിമറി ഉണ്ടായേക്കാം, അതുമല്ല എങ്കിൽ മുഹമ്മദ് യൂനിസ് ഭരണകൂടം ശിഥിലമായി അവിടുത്തെ ആഭ്യന്തര അരാജകത്വം ഉണ്ടായേക്കാം. ഇപ്പം ചൈന മുടക്കുന്ന പണം ഒരു പക്ഷേ പലിശയായി തിരിച്ചു കിട്ടി എന്നിരിക്കില്ല. അതുകൊണ്ട് ചൈന ഓൾസോ ഇസ് ട്രെഡിങ് വെരി കോഷ്യസ്ലി. അതേസമയം തന്നെ മുഹമ്മദ് യൂനിസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈസ്റ്റ് ഏഷ്യയിൽ അടുത്തൊരു ഉച്ചകോടി നടക്കുന്നുണ്ട്. അവിടെ ബീംസ്റ്റെക്കിൻ്റെ ഒരു ഉച്ചകോടിയുണ്ട്. അവിടെ ബംഗ്ലാദേശും പങ്കാളിയാണ്. അവിടെ സംസാരിക്കാൻ 1-on-1 നേർക്കുനേർ സംസാരിക്കാൻ അവസരം ചോദിച്ചിരിക്കുകയാണ്. പക്ഷേ നരേന്ദ്രമോദി അതിനുള്ള അവസരം ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഇന്ത്യ വളരെ കർശനമായ നിലപാട് തന്നെയാണ്. ഇന്ത്യ ഇപ്പോൾ അതിലൂടെ സൈനികമായി, പലരും ചോദിക്കുന്നു എന്തുകൊണ്ട് ഇന്ത്യ സൈനികമായി ബംഗ്ലാദേശിൽ ഇടപെടുന്നില്ല. അത് ഇന്ത്യയുടെ നയമല്ല. പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിനുള്ള സാധ്യതകൾ പരമാവധി തേടുന്ന തിരക്കിലാണ്. അമേരിക്കയോട് സഹകരിച്ചുകൊണ്ട് തന്നെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം സാധ്യമാകും എന്നൊരു പ്രതീക്ഷ ഇന്ത്യക്കുണ്ട്. അത് എന്ന് എന്നത് മാത്രമേ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ എന്ന് എന്നതാണ്, അതിന് സൈന്യമായിരിക്കുമോ അതോ അവിടുത്തെ തന്നെ മറ്റൊരു ഒരു ബദൽ ഒരു പ്രക്ഷോഭത്തിലൂടെ ആകുമോ, അതോ ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര ധനസ്ഥിതി വളരെ ദുർബലമാണ്. ഇപ്പോൾ കഴിഞ്ഞ 5-6 മാസം കൊണ്ട് ബംഗ്ലാദേശ് കുപ്പുകുത്തി ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് വർദ്ധിച്ചു വന്ന വിദേശ വ്യാപാരമൊക്കെ തകർന്ന തരിപ്പണമായി. അങ്ങനെ ജനങ്ങൾ തന്നെ നെഞ്ചിലേറ്റിയ തോളിലേറ്റിയ ജനം തന്നെ മുഹമ്മദ് യൂനിസിനെ വലിച്ചു താഴെ ഇടുമോ, ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശ് ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക് ആയതുകൊണ്ട് പ്രേക്ഷകരോട് ആ ലേറ്റസ്റ്റ് ചിത്രം പങ്കുവച്ചു എന്ന് മാത്രം. താങ്ക് യു.